മക്കളെ ചോറ് കഴിക്കാം കേട്ടോ. എണ്ണിറ്റ് പോയി, അച്ഛൻ കഴിച്ചിട്ട് എണ്ണിറ്റ് പോയി കേട്ടോ. അപ്പോൾ അവർക്കാർക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല, ഞാനങ്ങ് പിടിക്കുക. അപ്പോഴേ മക്കളെ ചോറ് കഴിക്കാൻ പോകട്ടോ. എല്ലാവരും കഴിച്ചു കാണുമല്ലോ. ഇന്നേ വെജിറ്റേറിയൻ ഉണ്ടാവും. രാവിലെ ചിക്കൻ മേടിക്കാൻ നനച്ച് ടിൻറ്റു മോൻ്റെ ബർത്ത്ഡേ. പക്ഷെ പാറു അന്നേരം അവൾക്ക് കോളേജിൽ പോകണം. അപ്പോൾ പിന്നെ ചിക്കൻ മേടിച്ച് അവളും ടിൻറ്റു മോനും രസമോളും ഒക്കെ അച്ഛനും ഒക്കെ ചിക്കൻ തിന്നുന്നത്. എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് വൈകിട്ട് ചിക്കൻ മേടിക്കാമെന്ന് വെച്ചുകൊണ്ട് രാവിലെ നമ്മളങ്ങ് ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാറും പിന്നെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയല്ല, ഉപ്പിൽ പറ്റിച്ചതാണ് കേട്ടോ. അതാണിപ്പോൾ നമുക്കിഷ്ടം. അപ്പോൾ ഇത് ചോറ് കഴിക്കത്തക്ക രീതിയിൽ ലൂസാക്കി എടുത്തിരിക്കുന്ന സാമ്പാറാണ്. നല്ല കുഴവഴെന്നുള്ളതല്ല, ഇഡ്ഡലിക്ക് കഴിക്കുന്നതല്ല. ഇത് ചോറ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ സാമ്പാറാണ്. പിന്നെ നല്ല വെണ്ടയ്ക്ക ഉപ്പിൽ പറ്റിച്ചാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. ഇത് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടാണ് ഈ കളർ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഞാനേ കാന്താരി മുളക് എടുത്ത് ചതച്ച് ഒരു ഇച്ചിരി ബുഷ് ഓറഞ്ച് ഉണ്ട് ഇവിടെ, അതും പിഴിഞ്ഞൊഴിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ചേർത്താണ്. ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടെ പപ്പടം ഉണ്ട് മക്കളെ. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒരു ശക്കര ഒഴിക്കത്തുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടി ഒഴിച്ച് വായി വെള്ളം വരുന്നത് എനിക്ക് പെട്ടെന്ന്. ആ നാരങ്ങ കാന്താരി മുളക് അധികം കൂട്ടത്തില്ല, സാമ്പാറിനൊക്കെ എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ആ കാന്താരി മുളക് ഞാൻ എടുത്തത്. പിന്നെ ഈ പച്ചമുളകും ഞരടി കഴിക്കാൻ നല്ല കേട്ടോ. അതൊന്നും ഞാൻ ഞരടുന്നില്ല, എനിക്ക് പണി കിട്ടും അതൊക്കെ ഞരടിയാണ്. അതുകൊണ്ടാണ് ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് ഞരടി കഴിക്കാൻ സൂപ്പറായിട്ടോ മക്കളെ. അപ്പോൾ ഞാൻ കഴിക്കട്ടുള്ളൂ. സൂപ്പറാണ്.